അനേകമായി കാണുന്ന നമ്മുടെ കാഴ്ചകളും കേൾവികളൊക്കെ ഒരേ ഒരു പ്രണയപ്പൊരുളിൻ്റെ ഭാഗമാണെന്ന് വിളിച്ചറിയിക്കുന്ന ഗീതകങ്ങളാണ് സൂഫിയാന കലാം. ലോകത്ത് പല ഭാഷകളിലായി പടർന്നു കിടക്കുന്ന സൂഫി മിസ്റ്റിക് കാവ്യങ്ങളെയാണ് ഞങ്ങൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കോലായി എന്ന സാംസ്കാരിക രംഗത്ത് വളരെ സുന്ദരമായ ഒരു ഭാവുകത്വത്തെ പരിചയപ്പെടുത്തുകയും പ്രായോഗികമാക്കുകയും ചെയ്യുന്ന ഈ മനോഹരമായ കൂട്ടായ്മയുടെ എല്ലാ സ്വപ്നങ്ങളും നിറവേറുമാറാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശിക്കുകയും ചെയ്യുന്നു. കോലായി എന്ന കൂട്ടായ്മയുടെ സുന്ദരമായ സൽക്കാരത്തിൽ ഞങ്ങൾ ഹൃദയം തുറന്ന് സ്വീകരിക്കുന്നു. ഞങ്ങളുടെ ലൈഫിൽ ആദ്യമായിരിക്കും ഈ ഒരു ഏജ് സ്ട്രക്ചറിലുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയിൽ നമ്മൾ പങ്കെടുക്കും. പൊതുവെ യുവാക്കളായിട്ടുള്ള ആളുകളായിരിക്കും എല്ലായിടത്തും സംഘാടകർ. ഇതാകട്ടെ യുവത്വത്തെക്കാൾ ഊർജ്ജസ്വലരായ മധ്യവയസ്സ് പിന്നിട്ട ഒരുപാട് സുന്ദരന്മാരായ മനുഷ്യരാണ് ഇതിൻ്റെ പിന്നിൽ എന്നതിൻ്റെ സന്തോഷവും നിങ്ങളെ അറിയിക്കും. ഞാൻ ഈ സൂഫിയാന എന്താണെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ജസ്റ്റ് മഹാനായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു വാചകം ഉദ്ധരിക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ ഒരു മിസ്റ്റിക് സ്പാർക്ക് അനുഭവിച്ച മഹാനായിരുന്നു ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹം പറയുകയാണ്, എന്നിൽ നിന്ന് അന്യമായി ഒന്നുമില്ല, എന്നിൽ നിന്ന് അന്യമായി ഒന്നുമില്ല. പുല്ലും പുഴയും പൂവും മാമരങ്ങളും പക്ഷിമൃഗാദികളും ജന്തുലതാദികളും ഈ ഭൂമിയും ആകാശവും സൗരയൂഥവും നക്ഷത്രകോടികളും ഈ അണ്ഡകടാഹവും പ്രപഞ്ചങ്ങളായ പ്രപഞ്ചങ്ങളൊക്കെയും ഞാൻ തന്നെയാകുന്നു. അനൽ ഹഖ് അഹം ബ്രഹ്മാസ്മി. തൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്ന പുസ്തകത്തിൽ അദ്ദേഹം ആ കൊച്ചു കഥയിൽ അദ്ദേഹം പറയുന്നു, ഒരു ജന്തുവിനെ കുറിച്ച് കൊല്ലണ്ട, സൃഷ്ടിയുടെ ആദിമ മുഹൂർത്തത്തിൽ അതിന് നൽകപ്പെട്ട അവകാശത്തെ നീ വകവെച്ചു കൊടുത്തേക്കുക. ഈ വാചകങ്ങളിൽ നിന്ന് നമ്മൾ ഈ പാടാൻ പോകുന്ന മുഴുവൻ പാട്ടിൻ്റെയും ഒരു ക്വിൻ്റസെൻസ് നിങ്ങൾക്ക് കിട്ടിക്കാണും. ഏതായാലും നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഞങ്ങൾ ഈ പാട്ട് പറച്ചിലിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യമായിട്ട് പാടുന്നത് മഹാന്മാരായ സൂഫികളുടെ വചനമൊന്നുമല്ല, ഈ എളിയവനായ ഞാൻ എഴുതിയിട്ടുള്ള 4 വരിയാണ്. അത് മാലിക് എന്ന സിനിമയിൽ വന്നിട്ടുള്ള ബീജിയത്തിൽ വന്നിട്ടുള്ള ഞങ്ങൾ പാടിയ ആ 4 വരിയാണ് ആദ്യം ഞങ്ങൾ ചൊല്ലുന്നത്. കരുണ, ആകർഷണീയത, ഗൂഢമായി ഒളിഞ്ഞു നിൽക്കൽ, ചെന്ന് ചെല്ലുന്നവനെ 2 കൈയും നീട്ടി ആലിംഗനം ചെയ്ത് സ്വീകരിക്കൽ, ഇതൊക്കെയും ദിവ്യമായ ഗുണങ്ങളാകുന്നു. ഹൃദയം സ്വസ്ഥതയിലായിരിക്കെയുള്ള മരണത്തിന് എത്ര മധുരമാണ്. ഹൃദയം സ്വസ്ഥതയിലായിരിക്കെയുള്ള മരണം എത്ര മധുരമാണ്. അത് പ്രണയിനിയുടെ
കൈപിടിച്ചുള്ള യാത്ര പോലെ മനോഹരമാണ് സത്യത്തിലേക്കുള്ള പ്രയാണം. الموت في أمري صدري هنابا السير للهاب في سير الحبيب غريب عليم غفار ستار حكيم شكور قدوس صدور الموت في أمري صدري هنابا السير للهادي في سير الحبيبة വടക്കൻ കേരളത്തിൽ ഒരു സൂഫിയാന കലാം, ഒരു സൂഫിയാന കോൺസെർട്ട് സംഘടിപ്പിക്കുന്നു. അതിലെ ആദ്യ നാമമായി വരേണ്ട മഹാനായ മനുഷ്യനാണ് അബ്ദുൽ ഖാദർ എന്ന ഇച്ഛമസ്താൻ. ഒരു പാത്രക്കച്ചവടക്കാരനായിരുന്ന ഇച്ഛമസ്താൻ കണ്ണൂർ സിറ്റിയിലായിരുന്നു അദ്ദേഹത്തിന്റെ സ്വദേശം. കണ്ണൂർ, കാസർഗോഡ്, മംഗലാപുരം ഭാഗങ്ങളിലാണ് അദ്ദേഹം ഇങ്ങനെ അലഞ്ഞു നടന്നിരുന്നത്. താൻ നടന്നു പോകുന്ന വഴികളിലും ചാരിയിരിക്കുന്ന മതിലുകളിലുമൊക്കെയാണ് അദ്ദേഹം ഈ അത്ഭുതകരമായ വരികൾ എഴുതി വച്ചിരുന്നത്. ഒരിക്കൽ തലശ്ശേരിയിൽ പട്ടാള മൈതാനിയിൽ മഹാനായ ശ്രീനാരായണ ഗുരു വരുന്നുണ്ട് എന്നറിഞ്ഞ ഇച്ഛമസ്താൻ ഗുരുവിനെ കാത്തുനിന്നു. ഗുരു വന്നപ്പോ ഗുരു എഴുത്തച്ഛന്റെ ഹരിനാമ കീർത്തനത്തിലെ 2 വരികൾ ചൊല്ലി. ഒന്നായ നിന്നയിഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ പദമിണ്ടാവതല്ല മമ, പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകെങ്കിൽ ഇഹ നാരായണായ നമഃ. അപ്പൊ ഇച്ഛമസ്താൻ ഒന്നായ നായൻ തിരു ഒന്നൊന്നുറപ്പതിലെ ഒന്നല്ല രണ്ടല്ലടി, ഓംകാര ചക്രമലർ ഹൂഹു കുളമ്പടിയിൽ ഒന്നൊന്നിനുള്ള ധനമാണ്. ഓംകാര ചക്രം പ്രണവമന്ത്രമാണ്, ഹൂഹു കുളമ്പടി ദിക്റിന്റെ മന്ത്രമാണ്. ഇത് രണ്ടും ഒന്നൊന്നിനുള്ള ധനമാണ്. ഒന്ന് മറ്റേതിന് ധനമായി വർത്തിക്കുന്ന ഒന്നാണെന്ന സ്നേഹവചനത്തെ മൊഴിഞ്ഞു. ഇത്തരം കോലായിയെ പോലുള്ള ഇത്തരം സാംസ്കാരിക കൂട്ടായ്മകൾ നടത്തുന്ന പരിപാടികൾ കൊണ്ട് മനുഷ്യന്റെ ഇടയിലുള്ള വെറുപ്പുകളുടെ ജാതി കൊണ്ട്, മതം കൊണ്ട്, വർഗം കൊണ്ട്, വർണ്ണം കൊണ്ട് മനുഷ്യരുടെ ഇടയിലുണ്ടാകുന്ന വെറുപ്പിന്റെ എല്ലാ മതിലുകളും തട്ടിത്തകർന്ന് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ബാ എന്ന ഒരു അക്ഷരം എടുത്തു നോക്കുക. ബിസ്മി എന്നതിന്റെ ആദ്യത്തെ അക്ഷരമാണ്. ബാ എന്ന അക്ഷരത്തിന്റെ താഴെ ഒരു പുള്ളിയാണുള്ളത്. ബി എന്നാൽ കൊണ്ട് എന്നാണ് അർത്ഥം.
ഈ പ്രപഞ്ചത്തിന്റെ അനക്കമടക്കങ്ങളെല്ലാം പ്രണയപ്പൊരുളായ ദൈവത്തെ കൊണ്ടാകുന്നു. ആ ബാഇന്റെ താഴേക്കൊരു വള്ളിയിട്ട് ആ ബാഇനെ മറിച്ചു വെച്ചാൽ അത് മദീനയിലെ കുബ്ബകോലൊക്കെ പോലെ കാണാം. അഥവാ ഈ പ്രണയപ്പൊരുളിന്റെ കള്ള് എന്നെ കുടിപ്പിച്ച എൻ്റെ മഹാഗുരു ഉള്ളത് മദീനയിലാകുന്നു എന്നാണ് ഇച്ഛമസ്താൻ പറയുന്നത്. പിച്ചയുടെ ഈ പാട്ടാണ് അടുത്തതായി പാടുന്നത്. ബിസ്മില്ലാഹി ബിസ്മില്ലാഹി റഹ്മാനി റഹീം മിനാ ബിസ്മില്ലാഹ് റഹ്മാനി റഹീം അമീനാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അമീനാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അമീനാ. ബാക്കുപുള്ളിയിൽ വള്ളി മദീന. ബാക്കുപുള്ളിയിൽ വള്ളി മദീന. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അമീനാ. ബാക്കുപുള്ളിയിൽ വള്ളി മദീന. فاذكر ربك في نفسك آيتي فردا من قدوس أبدا الذي فاذكر ربك في نفسك آيتي فردا من قدوس أبدا الذي ഫദ്കുർ റബ്ബക ഫീ നഫ്സി. ഇത് പരിശുദ്ധ ഖുർആനിലൊരു സൂക്തമാണ്. നീ ഏത് സമയവും നിന്റെ ഉള്ളിൽ അത് 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 എന്ന് ആ പ്രണയപ്പൊരുളിനെ കുറിച്ചുള്ള ബോധത്തിൽ തന്നെ ആയിരിക്കുക. നീ നിന്റെ ശ്വാസത്തിലും രക്തത്തിലും ആ പ്രണയമന്ത്രത്തിൽ മാത്രം നിർഭരമായി. فاذكر ربك في نفسك آيتي فردا من قدوس أبدا الذي. فاذكر ربك في نفسك آيتي فردا من قدوس أبدا الذي. فردا من قدوس أبدا الذي. بدنيل നിന്നും ബാക്കുപുള്ളിയിൽ വള്ളി മദീന.
മിഫ്താഹ് നൂനാണെടി. മീമ് മീമായ മീമിൽ മിഹ്റാജടി. മീമ് ലാം അലിഫിൽ മിഫ്താഹ് നൂനാണെടി. മീം, സുന്ദരമായ ആ അക്ഷരത്തെ നിനക്കുച്ചരിക്കണമെങ്കിൽ ആദ്യം നിന്റെ വാ കൂട്ടണം. മീം. ആ മീം എന്ന അക്ഷരം അവസാനിക്കുമ്പോഴും നിന്റെ വായി കൂട്ടണം. അത് മൗനത്തിന്റെ അക്ഷരമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രണവമന്ത്രം ഓം എന്ന അക്ഷരം നോക്കൂ, അത് അവസാനിക്കുന്നതും മൗനത്തിലാണ്. ജ്ഞാനിയുടെ ഉള്ളിൽ അത്രമേൽ അറിവ് പ്രകാശിക്കുമ്പോഴും അവൻ മൗനത്തിന്റെ ധ്യാനത്തിലാകുന്നു. ആരാണ് മൗനത്തിലുള്ളത്? അവനാകുന്നു മുനി. മീം എന്ന അക്ഷരത്തിന്റെ കോലം അതൊരു താക്കോല് പോലെയാണ്. മീം എന്നെഴുതുന്നത് ഒരു മിഫ്താഹ്, ഒരു താക്കോല് പോലെ. ഇച്ചമസ്താൻ പറയാണ് മീം ഒരു താക്കോല് പോലെ. ലാമലിഫ് ഇല്ല, ലാമലിഫ് ലാ എന്നെഴുതുന്നതിന്റെ കെലിമത്തിലെ ആദ്യത്തെ അക്ഷരത്തിന്റെ രൂപം ഒരു പൂട്ട് പോലെ, ഒരു നിഷേധം പോലെ. നീ ഈ ലോകം നീ കാണുന്ന പോലെ അല്ല എന്നാണ് ലാ. നേതി, നേതി, അതല്ല, അതല്ല, അതല്ല. പിന്നെ ഏതാണുള്ളത്? രമണ മഹർഷി പറയുമായിരുന്നു, ചില ആളുകൾ അല്ല അല്ല എന്ന് പറയും, ചില ആളുകൾ അല്ല അല്ല എന്ന് പറയും. രണ്ടും ഒരൊറ്റ പ്രണയപ്പൊരുളിലേക്കുള്ള സൂചകമാണല്ലോ എന്ന്. മീം എന്ന മിഫ്താഹ് കൊണ്ട് ലാമലിഫ് എന്ന പൂട്ടിനെ നീ തുറന്നു നോക്കുക. അപ്പൊ ആ ലാമലിഫിന്റെ കെട്ടഴിയുകയും അത് ഏകം ഒരു അലിഫായി ഉയർന്നു നിൽക്കുകയും ചെയ്യും. അവിടെയാണ് നൂൻ, നൂർ, പ്രകാശത്തിനു മേൽ പ്രകാശം. മീമ് മീമായ മീമിൽ മിഹ്റാജടി. മീമ് ലാം അലിഫിൽ മിഫ്താഹ് നൂനാണെടി. മീമ് മീമായ മീമിൽ മിഹ്റാജടി. മീമ് ലാം അലിഫിൽ മിഫ്താഹ് നൂനാണെടി. മീമ് ലാം അലിഫിൽ മിഫ്താഹ് നൂനാണെടി. ജീവ് സാരോട് ദാൽ ഹയാതാണെടി. ജീവ് സാരോട് ദാൽ ഹയാതാണെടി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമീന പാട്ട് പുള്ളിയിൽ വള്ളി മദീന. പച്ചയിൽ കച്ചോടം ചെയ്യുന്നില്ല, മെച്ച സ്വർഗത്തിൽ ആശ്ചര്യം കൂറുന്നില്ല. പിച്ച പച്ചയിൽ കച്ചോടം ചെയ്യുന്നില്ല, മെച്ച സ്വർഗത്തിൽ ആശ്ചര്യം കൂറുന്നില്ല. ദൈവത്തെ കച്ചവടം ചെയ്യുന്നവരൊക്കെ മനുഷ്യരെ കാലാകാലവും നരകം പറഞ്ഞാണ് പേടിപ്പിച്ചിട്ടുള്ളത്. മഹദി റാബിയത്തുൽ ബസരിയ എന്ന ഒരു സൂഫി വനിതയുണ്ടായി. അവര് പറയുകയുണ്ടായി, ദൈവമേ, സ്വർഗം മോഹിച്ചാണ് ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ എനിക്കങ്ങനെ ഒരു സ്വർഗം വേണ്ട. നരകം പേടിച്ചാണ് ഞാൻ നല്ല ചീത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെങ്കിൽ എനിക്കങ്ങനെ നരകവും പേടിയില്ല. എനിക്ക് വേണ്ടത് നിന്നെയാകുന്നു. നിന്നെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ എന്ത് സ്വർഗ നരകങ്ങളാണ് എന്ന് പാടുകയില്ല.
പച്ച പച്ചയിൽ കച്ചോടം ചെയ്യുന്നില്ല, മെച്ച സ്വർഗത്തിൽ ആശ്ചര്യം കൂറുന്നില്ല. ഇച്ച പച്ചയിൽ കച്ചോടം ചെയ്യുന്നില്ല, മെച്ച സ്വർഗത്തിൽ ആശ്ചര്യം കൂറുന്നില്ല. സ്വർഗം വേണ്ട, ഇത് നിത്യചൈതന്യതയുടെ വഴി. സ്വർഗം വേണ്ട, നരകവും വേണ്ട, കെട്ടുകളൊക്കെ അഴിയേണം, കെട്ടുകളൊക്കെ അഴിയേണം. ഇച്ച പച്ചയിൽ കച്ചോടം ചെയ്യുന്നില്ല, മെച്ച സ്വർഗത്തിൽ ആശ്ചര്യം കൂറുന്നില്ല. ഇച്ച പച്ചയിൽ കച്ചോടം ചെയ്യുന്നില്ല, മെച്ച സ്വർഗത്തിൽ ആശ്ചര്യം കൂറുന്നില്ല. മെച്ച സ്വർഗത്തിൽ ആശ്ചര്യം കൂറുന്നില്ല. അച്ചരൂപനരകത്തിൽ പേടിയില്ല, അച്ചരൂപനരകത്തിൽ പേടിയില്ല. ഉച്ചനേരം കാലെന്ന് കാട്ടിടവ, ഉച്ചനേരം കാലെന്ന് കാട്ടിടവ. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. പാക്ക് പുള്ളിയിൽ വള്ളി കീഴുമദീന. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. പാക്ക് പുള്ളിയിൽ വള്ളി കീഴുമദീന. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. പാക്ക് പുള്ളിയിൽ വള്ളി കീഴുമദീന. ബിസ്മില്ലാഹി പാക്ക് പുള്ളിയിൽ വള്ളി കീഴുമദീന. പാക്ക് പുള്ളിയിൽ വള്ളി കീഴുമദീന. मणिभाई कुछ स्टेज मोट लेवल ओके. അടുത്തത് ലോകപ്രശസ്തമായൊരു സൂഫിയാന നാത്താണ്. ഇത് മുനവർ വാർസി സാഹബ് എഴുതി നുസ്രത്ത് ഫത്തേ അലി ഖാൻ സാഹബ് പാടിയ പാട്ട്. സൂഫിയാന നാത്ത് പ്രണയ പ്രതീകമായ പ്രവാചകരെ കുറിച്ചുള്ള കലാമാണ്. സൂഫിയാനയിൽ പ്രവാചകൻ എന്നാൽ കേവലം ഒരു ചരിത്ര പുരുഷൻ മാത്രമല്ല, ഓരോ മനുഷ്യനും തൻ്റെ ഉള്ളിലറിയേണ്ട ഒരു യാഥാർത്ഥ്യത്തിൻ്റെ പേരാണ് അത്. ലോകത്തോരോ ഗുരുക്കന്മാരും പ്രവാചകന്മാരും പൊരുൾ ജ്ഞാനികളുമൊക്കെയും പഠിപ്പിച്ച കാര്യം പ്രണയത്തെ നീ ഉള്ളിലറിയുക എന്നതായിരുന്നു. तू अमीरे हरम मैं फकीरे अजम, तेरे गुण और ये लब मैं तलब ही तलब. तू अता ही अता, तू कुजा मन कुजा, 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 तू कुजा मन कुजा. तू अमीरे हरम में फकीरे अजम, तू अमीरे हरम में फकीरे अजम. तेरे गुण और ये लब में तलब ही तलब, तेरे गुण और ये लब में
तलब ही तलब, तू अता ही अता, तू कुजा मन कुजा, तू कुजा मन कुजा, तू कुजा मन कुजा, तू कुजा मन कुजा. खुशबू तेरी छुए गरम, आंखें तेरी बाबे हरम, खुशबू तेरी छुए गरम, आंखें तेरी बाबे हरम, नूरे अज़ल तेरी जबी, नूरे अज़ल तेरी जबी, या रहमतल लिल आलमीन, तू कुजा मन कुजा, तू कुजा मन कुजा, तू कुजा मन कुजा, तू कुजा मन कुजा. रुतबा तेरा, आवाज़ हक रुतबा तेरा, खैरुल बशर रुतबा तेरा, आवाज़ हक रुतबा तेरा, आफाक तेरे सामई, साइज़ जिब्रील अमीन, या रहमतल लिल आलमीन, तू कुजा मन कुजा, तू कुजा मन
ആലമീൻ എന്നാൽ പ്രപഞ്ചങ്ങൾക്കൊക്കെയും കരുണ എന്നാണ് അർത്ഥം. കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് നാരായണ ഗുരു അനുകമ്പാ ദശകത്തിൽ എഴുതിയപ്പോൾ അതിൻ്റെ ആദ്യത്തിൽ അവിടുന്ന് എഴുതിയത് ഒരു പീഡയുറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ എന്നായിരുന്നു. റഹ്മത്തുൽ ആലമീൻ, പ്രപഞ്ചങ്ങൾക്ക് കരുണ. എന്താണ് ഇതിൻ്റെ സൂഫിയാന കാഴ്ച? പ്രപഞ്ചങ്ങൾക്കാണ് കരുണ. എത്ര പ്രപഞ്ചങ്ങളാണ്! ജന്തുപ്രപഞ്ചം, സസ്യപ്രപഞ്ചം, ധാതുപ്രപഞ്ചം, പക്ഷിപ്രപഞ്ചം, മനുഷ്യപ്രപഞ്ചം. ഈ പ്രപഞ്ചങ്ങളിലേക്കൊക്കെയും നീ കരുണയായി സ്നേഹമായി പടരണം. അപ്പോൾ നിന്നെ ഈ പ്രപഞ്ചം മുഴുവൻ നിന്നെയും വാഴ്ത്തും. മുഹമ്മദ് എന്ന വാക്കിന്റെ അർത്ഥം വാഴ്ത്തപ്പെട്ടത് എന്ന്. നീ ചുറ്റുപാടിനാൽ വാഴ്ത്തപ്പെടുമ്പോൾ ആ മാതൃകയെ പിന്തുടർന്ന് കരുണയായി നീ ഈ ചുറ്റുപാടിനാൽ വാഴ്ത്തപ്പെടുമ്പോൾ നിന്റെ പേരും വാഴ്ത്തപ്പെട്ടത് അഥവാ മുഹമ്മദ് എന്നാണ്. നിന്റെ ഉള്ളിൽ മുഹമ്മദ് ജനിക്കുന്ന സമയമാണ് തിരിച്ചറിവിന്റെ ആദ്യത്തെ വസന്തം. മഹാനായ യേശുക്രിസ്തു പറഞ്ഞു, നീ സ്നേഹമായി പടർന്നാൽ നീയാകുന്നു സ്വർഗരാജ്യം. അപ്പോൾ നമ്മുടെ പേരാണ് സ്വർഗരാജ്യം. നമ്മിൽ മുഹമ്മദ് എന്ന വാഴ്ത്തപ്പെട്ട ആ രഹസ്യം കരുണയായി ജനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തിരിച്ചറിവിന്റെ ആദ്യ വസന്തമുണ്ടാകും. ആദ്യ വസന്തം എന്നതിൻ്റെ അറബി വാക്കാണ് റബീഉൽ അവ്വൽ. അതൊരു മാസമല്ല, നിന്റെ ഉള്ളിൽ കരുണ ജനിക്കുന്ന ഓരോ നിമിഷത്തിൻ്റെയും പേരാണ്. इल्हाम है जामा तेरा, कुरान मामा है तेरा। इल्हाम है जामा तेरा, कुरान मामा है तेरा। मिंबर तेरा अर्शे बरी, मिंबर तेरा अर्शे बरी, या रहमतुल लिल आलमीन। तू कुजा मन कुजा, तू कुजा मन कुजा, तू कुजा मन कुजा, तू कुजा मन कुजा। तू हकीकत है, मैं सिर्फ एहसास हूँ। तू समंदर में भटकी हुई प्यास हूँ। तू हकीकत है, मैं सिर्फ एहसास हूँ। तू समंदर में भटकी हुई प्यास हूँ। मेरा घर आग पर और तेरी रह गुजर, मेरा घर आग पर और तेरी रह गुजर। सिदरतुल मुंतहा, तू कुजा मन कुजा, तू कुजा मन कुजा, तू कुजा मन कुजा, तू कुजा मन कुजा। तू अमीरे हरम में फकीरे अजम, तू अमीरे हरम में फकीरे अजम। तेरे गुण और यलम में तलब ही तलब, तेरे गुण और यलम में तलब ही तलब। तू अता ही अता, तू कुजा मन कुजा, तू कुजा मन कुजा।